ബോണിനെ ഒരു കൊട്ടാരമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യും. അങ്ങനെ ഈ ബോണിൻ്റെ സ്ട്രക്ചറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഹീറോ അവിടെ ഉണ്ട്. അതാണ് കാൽഷ്യം. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാസിലിൻ്റെ ബ്രിക്കാണ് ഈ കാൽഷ്യം. അതായത് സ്ട്രക്ചറിൻ്റെ ഏറ്റവും സ്ട്രെങ്ത്ത് അവനായിരിക്കണം. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ ഒരു കാസിലിനകത്തേക്ക് എങ്ങനെ കയറണം ഈ കാൽഷ്യത്തിന് അറിഞ്ഞുകൂടാ. ഇനി കയറിയാൽ തന്നെ എങ്ങോട്ട് പോകണം എന്നും അറിയില്ല. അപ്പോഴാണ് വൈറ്റമിൻ ഡി, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവിടെ രംഗത്ത് വരുന്നത്. ഈ വൈറ്റമിൻ ഡി ഒരു ഗേറ്റ് കീപ്പറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കാൽഷ്യത്തിനോട് പറയും, ഞാൻ നിന്നെ അകത്തേക്ക് കയറ്റി വിടാം. വൈറ്റമിൻ ഡി ആണ് ഈ ഡോറ് തുറന്നെടുത്ത്, അതായത് ഫുഡിൽ നിന്ന് നമ്മുടെ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. കൂടാണ്ട് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകാനുള്ള ആ വഴിയും തുറന്നു കൊടുക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. പക്ഷേ സൈറ്റിലേക്ക് കയറിയാലും എവിടെയാണ് പോയി പണിയെടുക്കേണ്ടതെന്ന് കാൽഷ്യത്തിന് അറിയില്ല. ആ GPS-ൻ്റെ റോള് ചെയ്യണതാണ് വൈറ്റമിൻ കെ. കൈ പിടിച്ചോളൂ, നിന്നെ എവിടെയാണോ കൊണ്ടുയിരുത്തേണ്ടത് അവിടെ ഞാൻ നിന്നെ സേഫായിട്ട് കൊണ്ടുയിരുത്താമെന്ന് പറഞ്ഞ് വൈറ്റമിൻ കെ ആണ് ഈ കാൽഷ്യത്തിനെ ബോണിലും ടീത്തിലും ഒക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണത്. കാൽഷ്യം എന്ന് പറഞ്ഞ ഹീറോയിനെ അതാത് സ്ഥലത്ത് കൊണ്ട് ഇരുത്താൻ സഹായിക്കുന്ന ഏറ്റവും രണ്ട് വലിയ ഫ്രണ്ട്സാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ കെയും. പക്ഷേ ഈ ബോൺ സ്ട്രോങ് ആയിട്ടിരിക്കണമെങ്കിൽ ഇത് മാത്രം പോരാ. വയ്ക്കാൻ കാൽഷ്യം ഇപ്പോൾ ഒരു ബ്രിക്ക് ആണെങ്കിൽ അതിനെ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട് സിമെൻറ്റ് ചെയ്യണ പോലെയാണ് മെഗ്നീഷ്യത്തിൻ്റെ റോൾ അവിടെ വരുന്നത്. കോൺക്രീറ്റിൻ്റെ ഉള്ളിലെ സ്ട്രെങ്ത് കൊടുക്കുന്ന പോലെയാണ് ഫോസ്ഫറസ്. അപ്പോൾ നമ്മുടെ ബോണിനെ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട്, ഫ്ലെക്സിബിൾ ആവാനും ബ്രിറ്റിൽ ആവാണ്ടിരിക്കാനും ഇത് സഹായിക്കുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റിലെ സ്കഫോൾഡിങ് പോലെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോട്ടീൻ, സിങ്ക്, ഇങ്ങനെയുള്ളൊരു ഫ്രണ്ട്സ്. അപ്പോഴത്തേക്കും വൈറ്റമിൻ സി ഓടി വന്നിട്ട് ഒരു മെഷ് പോലെ വർക്ക് ചെയ്തിട്ട് കൊളാജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. അതൊരു ഗ്ലൂ പോലെ മൊത്തത്തിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാണ്ട് വേറെയും കുറേ സഹായക്കാരുണ്ട്. അത് B6, B9, B12. അവർ ബോണിനെ ബിൽഡ് ചെയ്യൽ മാത്രമല്ല അതിൻ്റെ ജോലി, അതൊരു നെർവ് ഗാർഡിയനും കൂടിയാണ്. കീപ്പിംഗ് ദ സിഗ്നൽ ഷാർപ്പ് ആൻഡ് സ്മൂത്ത്. അവർ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് നെർവ് ഡാമേജുകൾ പ്രിവെൻറ്റ് ചെയ്യണം. ഈ ബി ടീമില്ലേ, ബി വൈറ്റമിൻ ടീം, അവിടെ ഇരുന്ന് പറയും നമ്മൾ വലിയ സ്റ്റാർസൊന്നും അല്ല, പക്ഷേ ബോൺ ഹെൽത്തിന് നമ്മളില്ലാണ്ടും പറ്റില്ല. സിഗ്നൽസ് പാസ് ചെയ്യാനും മസിൽസ് മൂവ് ചെയ്യാനും കാൽഷ്യത്തിന് എപ്പോൾ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും ഈ ബി ടീം ആവശ്യമുണ്ട്. അങ്ങനെ ടുഗെദർ ദേ ഫോം എ ടീം. കാൽഷ്യം മാത്രം കഴിച്ചാൽ പോരാ, കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ എത്ര ആൾക്കാർ അവിടെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ന്യൂട്രിയൻ സപ്പോർട്ടാണോ നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കഥ രൂപത്തിൽ പറഞ്ഞു തന്നത്. സോ ടുഗെദർ ദേ ഫോം എ ടീം, ഈച്ച് വൺ സപ്പോർട്ടിങ്, ഗൈഡിങ്, അബ്സോർബിങ്, ആക്ടിവേറ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ടുഗെദർ. ഒരു സ്ട്രോങ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോൺ കാസിൽ ഉണ്ടാക്കണമെങ്കിൽ a teamwork of minerals and vitamins is needed.